നീറ്റ് ക്രമക്കേട് ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കില്ല. ഇന്ന് കോടതി പരിഗണിക്കും എന്ന നിലയിലുള്ള പ്രതീക്ഷ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നാളെ ആദ്യ കേസായി പരിഗണിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചിട്ടും ഉണ്ട്. ഇപ്പോൾ സിബി വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഇന്ന് കേസെടുക്കില്ല, നാളെ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയല്ലേ? ശരത്ത്, ഇന്ന് ഈ കേസ് പരിഗണിക്കില്ല, നാളെ ആദ്യ കേസായി പരിഗണിക്കുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. പക്ഷേ പിന്നീട് വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. അത് ജൂലൈ 18 ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ ഹിയറിംഗ് ജൂലൈ 18 മാറ്റിയായി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത വ്യാഴാഴ്ച നീളുകയാണ്. ഇന്നൊരു ഉത്തരവ് പ്രതീക്ഷിച്ചതാണ്, ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കാത്തിരിക്കണം അല്ലേ? എന്തായാലും ഒരാഴ്ച കൂടി കാത്തിരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ജൂലൈ 18 ഈ കേസ് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും നിർണായകമായ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് സ്ട്രീം എന്ന നിലയിൽ തത്സമയം കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ സുപ്രീം കോടതി ഒരുക്കിയിരുന്നു. സാധാരണ ഭരണഘടനാ ബെഞ്ചിൻ്റെ വാദങ്ങൾ മാത്രമായിരുന്നു ഇത്തരത്തിലൊരു ലൈവ് സ്ട്രീം ലഭിച്ചിരുന്നത്. പക്ഷേ ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമായതിനാൽ കോടതി നടപടികളെല്ലാം തന്നെയും വിദ്യാർത്ഥികൾ കാണട്ടെ എന്നൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NTA-യും CBIയും എല്ലാം തന്നെയും ഇത്തരത്തിൽ ഒരു വിശദമായ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഒരു നീറ്റിൻ്റെ പുനഃപരീക്ഷ വേണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, വ്യാപകമായ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NTA-യും. കൂടാതെ ഈ ടെലഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു എന്ന് പറയുന്നത് അത് കൃത്രിമമാണെന്നും അത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും ആ കുറ്റക്കാരെ നമുക്ക് ഒരുപാട് വാർത്തകളിലേക്ക് കൂടുതലായി പോകേണ്ടതുണ്ട്. സിബി പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 18 മാത്രമേ ഈ കേസ് ഇനി കോടതി പരിഗണിക്കൂ. അന്ന് സുപ്രീം കോടതി ഉത്തരവ് പ്രതീക്ഷിക്കുന്നു. ആദ്യം വന്നത് നാളെ പരിഗണിക്കും എന്ന നിലയിലായിരുന്നു. ഇന്ന് ഈ കേസ് പരിഗണിക്കും എന്ന പൊതു വിവരമാണ് ഉണ്ടായിരുന്നത്. അത് നാളേക്ക് എന്ന നിലയിലൊരു മാറ്റം വന്നു. അല്പം മുമ്പ് സിബിക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തമായ വിവരം, ഒരാഴ്ച കൂടി കഴിഞ്ഞ് ജൂലൈ 18 ഈ കേസ് പരിഗണിക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഹർജികളുടെ പരിഗണന എന്നുള്ളതാണ്.